Now the time is 16:42 actually, means 4:42, and I'm here inside my house, Sahadeva Mandiram. അപ്പോൾ ഇന്ന് കുറേ സംഭവങ്ങളൊക്കെ സംഭവിച്ചു ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 9:41 ആയപ്പോൾ നമ്മുടെ ക്യാമറ ഓഫായി. ഇപ്പം വൈഫൈ സംതിങ് ഐ ഹേർഡ് ആക്ച്വലി. വൈഫൈ എന്ന് പറഞ്ഞുകൊണ്ട് എന്തോ നമ്മുടെ ക്യാമറ വൈഫൈ കണക്ഷൻ ഫെയിൽഡ് എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ അങ്ങനെ ഫെയിൽഡ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് നമ്മുടെ ക്യാമറ ഓഫായി. നമ്മൾ വിചാരിച്ചു വൈഫൈ റെസ്റ്റോർ ആയി കാണും, വൈഫൈ വന്ന് കാണും. വൈഫൈ പോകുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ക്യാമറ റെക്കോർഡ് ആവാതിരിക്കത്തൊന്നുമില്ല. അപ്പോൾ ഇവന്മാരിത് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഇന്നലെ മുതൽ എന്തോ ഒരു വൃന്ദയെന്ന് പറയുന്നവൾ ഒരു കഷണ്ടി ഇവിടെ വന്നിങ്ങനെ ഭയങ്കര ഡ്രാമകളൊക്കെ ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേണ്ട ഈ വീട്ടിലാണ് ആ ഡ്രാമകൾ ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെയാണ്, നിങ്ങൾക്കെല്ലാം അറിയാം, ഇവിടെ ഇത് എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അവളുടേത് വാർത്തതാണിത്. ഇത് ഓടിട്ട വീടാണ്. ഇവിടെ ഞാനും എൻ്റെ അമ്മയുമാണ്. അപ്പോൾ ഇന്നലെ മുതൽ ഇങ്ങനെ ഡ്രാമയാണ്. ഒരു കഷണ്ടിയെ നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട്, അവളെ അവനെയും കൂടെ. അപ്പോൾ അവളും അവനും കൂടെ വന്ന് ആ വീട്ടിൽ ഇങ്ങനെ നിന്ന് ഭയങ്കരമായിട്ട് ഡ്രാമകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണെന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതുവഴി ഇങ്ങനെ കുറച്ച് അവിടെ വന്നിട്ട് അങ്ങോട്ട് പോകുക, ഈ സദാനന്ദ മന്ദിരത്തിലോട്ട്. അവൻ്റെ ഈ വീട് പണി കഴിപ്പിക്കുന്നത് വീരേന്ദ്ര സിംഗ് എന്ന് പറയുന്നവനാണ്. ഇപ്പോൾ അവൻ്റെ പേരൊക്കെ മാറ്റി മനോജ് എന്നാണോ അവൻ്റെ പേര്. അപ്പം നമ്മളെക്കുറിച്ച് അനാവശ്യ കഥകളുണ്ടാക്കി നടക്കുകയാണ് ഇവന്മാരുടെ ജോലി. അപ്പം ഈ വീട്ടിലോട്ടപ്പം കുറച്ച് പേരൊക്കെ പോകുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുക, അങ്ങോട്ട് പോകുക, അങ്ങനെ ഭയങ്കര ഡ്രാമകളൊക്കെ നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഈ വൈഫൈ ഇങ്ങനെ കണക്ഷൻ ഫെയിൽഡ് എന്ന് നമ്മുടെ ക്യാമറ പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ വിചാരിച്ചു അത് റെസ്റ്റോറായി കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. കുറച്ച് കഴിഞ്ഞ് ഞാനിങ്ങനെ വന്നിരുന്ന് അപ്ലോഡ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നോക്കുമ്പോഴാണ് ഫുള്ളി നമ്മുടെ ഫൂട്ടേജസ് ഒന്നും കാണിക്കുന്നില്ല. അതെല്ലാം ഞാനെടുത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോ പ്ലേ ബാക്ക് വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ. അന്നേരം ഞാൻ തന്നെ റെക്കോർഡ് ചെയ്ത്, നമുക്ക് റെക്കോർഡിങ് ചെയ്യാൻ പറ്റും. അന്നേരം നമുക്ക് ലൈവ് റെക്കോർഡിങ് ചെയ്യാൻ പറ്റും. അങ്ങനെ റെക്കോർഡ് ചെയ്ത് നമ്മൾ കുറച്ച് സേവ് ചെയ്ത് ഫുട്ടേജ് ഇട്ടിട്ടുണ്ട് ആ സമയത്തുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മുക്കുമിനെ വിളിച്ചിങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ മുക്കും പറഞ്ഞത് ഊരിയിട്ടൊന്നും റെഡിയാക്കി നോക്കൂ, ഒന്നും കൂടെ ഒന്ന് പ്ലഗ് കേബിള് ചെയ്ത് നോക്കാം, നേരം വീഡിയോ ക്ലിപ്പിങ്സ് എല്ലാം വരുമായിരുന്നു എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ സാധാരണ അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് 9:41 to ഓൾമോസ്റ്റ് 10:50 സംതിങ് ഈ ഫൂട്ടേജസ് ഉണ്ടായിട്ടില്ല. നമ്മൾ അത് റെഡിയാക്കുന്നത് വരെ ഫൂട്ടേജസ് എല്ലാം ഇറേസ്ഡ് ആയിരുന്നു. അന്നേരം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയോ പോയെന്നൊക്കെ ഉള്ളത് വരുത്താനും അങ്ങനെയൊക്കെയുള്ള ഭയങ്കര കള്ളത്തരങ്ങളൊക്കെ കാണിക്കാനും, ഇത് എഡിറ്റ് ചെയ്ത് ആരോ ഇവിടെ വന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ എഡിറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇവന്മാരിത് ചെയ്യുന്നത്. നമ്മളുടെ ഈ ഗ്യാപ്പ് ഉണ്ടാക്കുകയാണ്, നമുക്ക് എഡിറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്യാപ്പ്. ഇവന്മാരിത് നമ്മുടെ ക്യാമറാസൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഫൂട്ടേജസ് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ഇതാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കള്ളത്തരങ്ങൾ കാണിക്കുന്നതാണ്. അപ്പോൾ ഞാനും എൻ്റെ അമ്മ ഇവിടെ ഉള്ളെന്നുള്ളത് ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, എന്നും പറയുന്നുണ്ട്, എപ്പോഴും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഞാനും എൻ്റെ അമ്മയാണ് ഇവിടെ ഉള്ളത്, വേറെ ആരുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് 3 ക്യാമറാസാണ്. ഇതാണ് സഹദേവ മന്ദിരം, മോലവെട്ടിയമ്മ നമ്പിയോ മാവേലിക്കൽ. ഇപ്പോൾ ഏതോ അവൻ്റെ കൂടെ എവിടെയോ പോയെന്നും. ഇപ്പം പിന്നെ ഞാൻ ഫുൾ ഫാസ്റ്റിംഗ് ആണ് ആക്ച്വലി. ഇന്ന് ഒരു നേരമേ കഴിക്കത്തുള്ളൂ, ഇനിയൊന്നും കഴിക്കത്തില്ല. ഇവിടെ എന്താണ് ഇപ്പം മിക്കവാറും അങ്ങനെയാണ്. അപ്പോൾ അവൾ ഈ വൃന്ദയെന്ന് പറയുന്നവൾ ഭയങ്കര ഒരു തടിച്ചവളാണ്. അപ്പോൾ നമ്മളെ അവളുടെ അത്രയും ആക്കുകയാണ് ഇവളുടെ ഇത്. നമ്മുടെ വയറൊക്കെ അങ്ങ് വീർപ്പിക്കുക, വയറും ബട്ടക്സും ബ്രസ്റ്റും ഒക്കെ വീർപ്പിക്കുക. ബ്ലോട്ടിംഗ് ഗ്യാസാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ രാവിലത്തെ ഫൂട്ടേജസും ഉച്ച കഴിഞ്ഞുള്ള ഫൂട്ടേജസും കണ്ടാലോ. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഭയങ്കര കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കാനും കള്ളത്തരങ്ങൾ കാണിക്കാനും വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആരുമില്ല. അവളെന്ന് പറയുന്നത് ഇതിനകത്തുണ്ട്, അതിനകത്ത് കയറി അവളിങ്ങനെ നിൽക്കുകയാണ്. ഒരു ചുമന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇവിടെയാണ് സഹദേവ മന്ദിരം. ഇവിടെ അവളൊന്നും ഇല്ല, കാണാമല്ലോ. ഇത് എൻ്റെ വീടാണിത്. ഇങ്ങനെ കള്ളത്തരങ്ങൾ മാത്രം കാണിക്കുന്ന. അപ്പം ഇതാണ് രണ്ടാമത്തെ എൻ്റെ CCTV ക്യാമറ. ഇതാണ് ഓഫാക്കിയത് ഇന്ന്. എന്നിട്ട് അവളും അവൻ്റെ പേരറിയത്തില്ല, ഒരു കഷണ്ടിയാനാണ്. അവനും കൂടെ ഈ ഹോളിനകത്ത് കയറി ഇങ്ങനെ നിന്ന് നമ്മളെക്കുറിച്ച് അനാവശ്യമായ കഥകൾ ഉണ്ടാക്കുകയാണ്. ഇന്ന് December 31 ആണ് 2025. ഞാനും എൻ്റെ അമ്മയും ഇവിടെ ഉള്ളൂ. ഞാനും എൻ്റെ അമ്മയും ചില സമയത്ത് ഇവിടെയോട്ട് ഇപ്പം ഞങ്ങൾ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അഡ്ജസ്റ്റൻ്റായിട്ട് ഇങ്ങനെ തൊട്ട് കിടക്കുന്ന പ്രോപ്പർട്ടി ഉണ്ട്. 17 സെൻസാണ് ഇവിടെ ഞങ്ങൾ ജോലി ചെയ്യുന്നത്. ഞാനാണ് ഇതെല്ലാം കിളച്ചിരുന്നത്. ഫിസിക്കൽ ആക്ടിവിറ്റീസൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വണ്ണമൊന്നും വരേണ്ട യാതൊരു കാര്യമില്ല. ഇതെല്ലാം ഞാനാണ് ചെയ്തേക്കുന്നത്. ഇത് ഫുള്ള് കളയ്ക്കുന്നത് ഞാനാണ്. കിളച്ചിടുമ്പോൾ അമ്മ ഇത് പെറുക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? അപ്പം ഈ നല്ല ഫിസിക്കൽ ആക്ടിവിറ്റീസും ഇതെല്ലാം ഞാനിപ്പോൾ ഇന്ന് ചെയ്തതാണ്. ഇതെല്ലാം ഇവിടെ എല്ലാം ചെയ്തത് ഞാനാണ്. ഇതെല്ലാം കിളയ്ക്കുന്നതും അപ്പോൾ അടുക്കളയിലെ ജോലി, പിന്നെ നമ്മുടെ മുറ്റം തൂപ്പ്, പിന്നെ അല്ലാതെ വേറെ പലതും നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം ചെയ്ത് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഇവളിങ്ങനെ വന്ന് ചുമ്മാ അതിനകത്ത് കയറി നിന്നുകൊണ്ട് നമ്മളെക്കുറിച്ച് അനാവശ്യ കഥകൾ ഉണ്ടാക്കുകയാണ്. ഇവിടെ വന്ന് നിന്നുകൊണ്ടാണ് അനാവശ്യമായ കഥകൾ ഉണ്ടാക്കുന്നത് നമ്മളെക്കുറിച്ച്. ഇതാണ് ഇവൾക്ക് ജോലി. കുറേ അവന്മാരുമായിട്ട് അതിനകത്ത് കയറി
കയറി നിന്നുകൊണ്ട് നമ്മളെക്കുറിച്ച് അനാവശ്യ കഥകളുണ്ടാക്കുക. ഇതാണ് ഇവരുടെ ജോലി, വേറൊന്നുമില്ല. നമ്മളിവിടെയാണ്, ഇതാണ് ഇപ്പം ഈ വീട്ടിലാണ് എല്ലാ കള്ളത്തരങ്ങളും നടക്കുന്നത്. എന്തോമേ? അതാ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ സർവ്വസമയം ഇതാണ് പരിപാടി, നമ്മളെക്കുറിച്ച് അനാവശ്യ കഥകളുണ്ടാക്കുക, എഡിറ്റ് ചെയ്ത് ഇതാക്കുക. ഇങ്ങനെ നിങ്ങൾ കണ്ടല്ലോ. എന്തുവാമേ? അതറിയത്തില്ല. എന്തുവാമേ? 1-2 ഉണ്ട് അതിനകത്ത്. കഷണ്ടിയാനെ അറിയത്തില്ല, കുറേ ഇങ്ങനെ 2-3 ആണുങ്ങളും ഉണ്ട്, ഇവളും ഉണ്ട്. എന്തോന്ന് ഇങ്ങനെ കയറി ഇങ്ങനെ നിൽക്കുക, ഇവള് ഇതിനകത്ത് ഇങ്ങനെ ഫോണും പിടിച്ച് ഇങ്ങനെ നിൽപ്പാണ്. അപ്പം നമുക്ക് നമ്മുടെ ജോലിയൊക്കെ ഉണ്ട്. എൻ്റെ അമ്മ ചോറ് കൊടുത്തു, ചോറെല്ലാം ഉണ്ടാക്കി, കറിയൊക്കെ ഉണ്ടാക്കി, പിന്നെ ചായ ഇട്ട് കൊടുത്തു. ഇങ്ങനെ പല ജോലിയുണ്ട്. പിന്നെ മുറിയൊക്കെ അടിച്ചു വാരണം. ഇങ്ങനെ എല്ലാ ജോലിയും ഞാനാണ് ചെയ്യുന്നത്. അമ്മ ഇത് മാത്രമേ ചെയ്യത്തുള്ളൂ. പിന്നെ ചിലപ്പം എന്തെങ്കിലും ഇപ്പം ഞാൻ തന്നെയാണ് അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവന്മാർക്ക് ഇങ്ങനെ കുറച്ച് ഇൻഷുറൻസ് ഒക്കെ ലൂട്ട് ചെയ്യണം. പല രോഗങ്ങളാണ്. ക്രിമിനൽ ആക്ടിവിറ്റി ആയിട്ട് രാവിലെ ഇങ്ങനെ ഉടുത്തൊരുങ്ങി ഇറങ്ങും, കുറച്ച് ഇങ്ങനെ ഇറങ്ങുക, ഇങ്ങനെ നമ്മളെക്കുറിച്ച് അനാവശ്യം പറയുക, കാശുണ്ടാക്കുക. അതൊരു രാജമ്മ എന്ന് പറയുന്ന നമ്പർ 1 കള്ളിയുണ്ട്. ഞാൻ എൻ്റെ അമ്മയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ച് ഈ നാശം വിളിക്കാതിരിക്കാൻ. ഇവളിങ്ങനെ വിളിച്ച് ഡ്രാമയ്ക്ക് വേണ്ടി ഇരിക്കുക. ഇവർക്ക് വേറെ ജോലിയൊന്നുമില്ല. ഇവളിങ്ങനെ ഇരുന്ന് ചുമ്മാ ഇങ്ങനെ ഇരിക്കുക. അവർക്ക് പണ്ടും ഇതുപോലെ ഈ രാജമ്മ എന്ന് പറയുന്നവൾ നിങ്ങളെല്ലാം കേട്ടതാണ്, വെറും കള്ളിയാണ്. ഇവളിങ്ങനെ അവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങുക, ഇങ്ങനെ ഡ്രാമ കളിച്ച് വരിക, കാരക്കാടെന്ന് പറയുന്ന ഒരു വീട്ടിൽ വരിക, അവിടെ ചെന്ന് ഇങ്ങനെ 2 ദിവസം നിന്നേച്ച് പിന്നെ അവൾ കന്യകയിലും അവിടെയൊക്കെ കയറിയിരിക്കുക, എന്നിട്ട് അവളെ ഇറക്കി വിട്ടെന്ന് പറയും. ഇങ്ങനെ ഭയങ്കരമായ കഥകളുണ്ടാക്കുക. ഇതൊക്കെയാണ് ഇവളുടെ ജോലി. ഇപ്പോൾ ഇന്നലെ അവൾ പറയുന്നു, ഇന്ന് ഞാൻ കന്യകയിൽ പോയില്ലെന്ന്. അവിടെ നിന്ന് ആ കന്യകയെന്നാ അവളുടെ ഫോണിൽ നിന്നാണ് നമ്മളെ വിളിക്കുന്നത്. അവൾ സംസാരിച്ചില്ല. എന്തെല്ലാം കള്ളത്തരമാണ് ഈ കന്യകക്കാരും എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള പല കള്ളത്തരങ്ങളും ഇവന്മാർ ചെയ്യുന്നുണ്ട്. പല കടക്കാരെ ഇവന്മാർ പിടിക്കുന്നുണ്ട്. നമ്മൾ പോകുന്നിടത്തെല്ലാം ഫൂട്ടേജസ് എടുക്കുക, പല കള്ളത്തരങ്ങളും ഇവന്മാർ ചെയ്യുന്നുണ്ട്. നമ്മൾ കടയിൽ പോയാൽ നമ്മുടെ പുറകിൽ ഓരോമാർ ഇങ്ങനെ വന്ന് നിൽക്കുക, എന്നിട്ട് ആ ഫൂട്ടേജസൊക്കെ കടക്കാരോട് ചോദിക്കുക. ഇങ്ങനെ പല കാര്യങ്ങളാണ് ഇവന്മാർ ചെയ്യുന്നത്. മനസ്സിലായില്ലയോ? വെറും കള്ളമായിട്ടുള്ള കാര്യങ്ങൾ, കഥകൾ ഉണ്ടാക്കാനായിട്ട് ഇവന്മാർ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇതാണ്, എൻ്റെ പേര് ദീപായസ് പണിക്കർ, എൻ്റെ അമ്മ VK രത്നമ്മ. നിങ്ങൾ കേട്ടല്ലോ ഇങ്ങനെ കഷണ്ടിയാൻ്റെ കാര്യമൊക്കെ. ഇങ്ങനെ നടക്കുക. കുറേ അവന്മാരും അവളുമാരുമായിട്ട് ഇങ്ങനെ കഥകളുണ്ടാക്കി. നമ്മൾ നമ്മുടെ വീട്ടിലാണ്. ഇത് സോലകെട്ടിയമ്പലം BO മാവേലിക്കര പള്ളിക്കൽ നടുവിലെ മുറി, ബർണിക്കാവ് വില്ലേജ് പള്ളിക്കൽ നടുവിലെ മുറിയൊക്കെ. പിന്നെ ഇത് വാർഡ് നമ്പർ 1 ആണ്. എൻ്റെ ഹൗസ് നമ്പർ എന്ന് പറയുന്നത് 89.